ഉത്തരം കേട്ടു എങ്ങു നിന്നു എല്ലാം ഇത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം, മഞ്ഞുകാലത്തെ സ്നേഹതീരം. ിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ വരുന്നതും കസ്തൂരി നിലാവിൻ്റെ കനവു പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളേ, ഉറങ്ങാതിരുന്നോളേ. അനുരാഗം മീട്ടും ഗന്ധവൻ നീ സ്വപ്നം കാണും ആകാശത്തിൽ മുകിലോരം ശോഭി മുടക്കണതാരാണ് വിളക്കിന്റെ നാളം പോലെ അനുരാഗം വീട്ടും ഗന്ധവൻ നീ സ്വപ്നം കാണും ആകാശത്തിൽ നമ്മൾ ആ പരിപാടി അവസാനിക്കുന്നത് 2 പാട്ടുകൾ പാടി അവസാനിക്കും. അത് രണ്ടും നമ്മൾ മുഴുവനായിട്ട് പാടും, അത് നിങ്ങളും മുഴുവനായിട്ട് പാടും. പക്ഷേ ഗിരീഷ് കഴിഞ്ഞാൽ ഒരാളെയും കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ അവസാനിപ്പിക്കാൻ പോകണം. ഒരുപാട് പേര് ഇനി നിരനിരയായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നെയും കൂടി എൻ്റെ ശബ്ദം വേറിട്ട് കേട്ടുപോ. വൈലോപ്പിള്ളി ചോദിച്ച പോലെ വേറെ ഒരുപാട് പാട്ടെഴുത്തുകാരൻ ചോദിക്കുന്നു എൻ്റെ ശബ്ദം വേറിട്ട് കേട്ടുപോകും. പക്ഷെ നിവൃത്തിയില്ല. ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഒരു ദിവസം കൊണ്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട്. പക്ഷേ റഫീഖിനെ സ്പർശിക്കാതെ എങ്ങനെ നമുക്ക് കടന്നു പോകാൻ പറ്റും? റഫീഖ് അഹമ്മദ് എന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനെ, കവിയെ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? നിന്നോളം നീറിയിട്ടില്ലൊരു വേദന, നിന്നിലും ഉന്മത്തമല്ലൊരാനന്ദവും, നിന്നോളം ഇത്രയ്ക്കനാഥമാക്കുന്നില്ല മറ്റൊരസാന്നിധ്യം ആയുസ്തലികളെ. നിന്നോളമെന്നാൽ നിറഞ്ഞിരിക്കുന്നില്ല മറ്റൊരു ജീവദ്രവം കോശതന്തുവിൽ. നിന്നോളമത്രയ്ക്കടുത്തല്ല നാഡികൾ, നിന്നിലും ദൂരെയല്ലൊറ്റ നക്ഷത്രവും, നിന്നോളമത്ര പരിചിതമല്ലെനിക്ക് എന്നും കുടിക്കുന്ന
തണ്ണീരു കൂടിയും നിന്നോളമുള്ളൊരു ദാഹമെരിഞ്ഞതില്ല. അന്നനാളത്തിൻ്റെ ആഗ്നേയ വീതിയിൽ നിന്നിലും വേഗത്തിൽ നീരാവിയാക്കുന്നതിൽ ഒരു സൂര്യനും എൻ്റെ ശൃംഗങ്ങളെ. നിന്നിലും മീതെ ഉണർത്തുന്നതിൽ ഒരു പൗർണമി ചന്ദ്രനും എൻ സമുദ്രങ്ങളെ. നിന്നിലുമാഴത്തിലെത്തുന്നതിൽ എൻ്റെ മണ്ണിൽ മഴത്തുള്ളിയൊന്നുമെന്നാകിലും നിന്നോളം ഉള്ളം കരിയിക്കുമാറെങ്ങും ഇന്നോളം എത്തിയിട്ടില്ലൊരു വേനലും. നിന്നോളം ഉള്ളം കരിയിക്കുമാറെങ്ങും ഇന്നോളം എത്തിയിട്ടില്ലൊരു വേനലും. റഫീഖിന്റെ അത്രയും എന്ന കവിതയാണ്. എത്ര പാട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീകളും മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ തുമ്പുമായി മധുരം പടർന്നൊരു ചുണ്ടുമായി വെറുതെ പരസ്പരം നോക്കിയിരിക്കും നിറമൗന ചഷകത്തിനിരുപുറം. വെറുതെ പരസ്പരം നോക്കിയിരിക്കും നിറമൗന ചഷകത്തിനിരുപുറം. സമയകല്ലോലങ്ങൾ കുതറുമിക്കരയിൽ നാം മണലിൻ്റെ ആർദ്രമാം മാറിടത്തിൽ. സമയകല്ലോലങ്ങൾ ആർദ്രമാം മാറിടത്തിൽ ഒരു മൗന ശില്പം പിരിയുന്നു സാധ്യ വിഷാദമായി. ഒരു സാഗരത്തിൻ മിടിപ്പുമായി. എന്തായാലും ഒരു സാഗരത്തിന് മിടിപ്പുമായി അല്ലേ? റഫീഖാര് മാത്രം ഏതാവുന്ന സ്പിരിറ്റ് എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചാണ്. മരണമെത്തുന്ന നേരത്തായാലും ഇതാണ്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഈ മരണമെത്തുന്ന നേരത്തെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ അയ്യോ ആ പാടല്ലേ, മരണത്തെ കുറിച്ചാണ്. മരണത്തെ കുറിച്ചല്ല കവിത. പ്രണയത്തിന്റെ പരകോടിയിൽ ഒരാൾ പറയുകയാണ്, മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. പഞ്ചേന്ദ്രിയങ്ങളെയും
സ്പർശിച്ചു പോകുന്ന ഒരു അനുഭവമായിട്ട് നീ എൻ്റെ ജീവനിൽ നിറയണേ എന്നാണ് കവി പറയുന്നത്. പക്ഷെ ഇത് പാടിക്കഴിഞ്ഞു കഴിഞ്ഞത് എന്തോ ഒരാൾ മരണമാണ്, ഇതെന്തോ മൂക്കും പഞ്ഞിയൊക്കെ വെച്ചിട്ട് കാലൊക്കെ കൂട്ടിക്കെടുത്തിയ ദൃശ്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. സമയമാമൃതത്തിൽ ഞാൻ അന്ത്യയാത്ര പാട്ടാണെന്നാണ് പലരും. അതാണ് ഓർമ്മ വരുന്നത് ഈ പാട്ടിന്. പക്ഷെ അത് നമ്മൾ ആ സാഹിത്യത്തിലേക്ക് ആഴത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ എന്താണ് ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഐ ലവ് യു സോ മച്ച് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോ നമ്മുടെ പുതിയ തലമുറ പറയല്ലേ, എന്താ പുതിയ തലമുറയുടെ വാക്ക് എന്താണ്? ഐ മിസ് യു ഡാ അല്ലേ? പക്ഷെ ONV എന്താ പറയാ? അതൊക്കെ നമ്മൾ വിട്ടുപോയതാട്ടോ, പാട്ട് വിട്ടുപോയത് ബോധപൂർവം. വിടാൻ പാവൂല. ഞാൻ എന്റെ പാടു രാത്രി മഴ പെയ്യും. അതാണ് ഞാൻ പറയാൻ പോയത്. അല്ല അനൂപേ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ആരെക്കുറിച്ച് ആരെഴുതാന്നറിയാം? അത് ദേവരാജൻ മാഷെ കുറിച്ച് ONV എഴുതിയാണ്. നീ എത്ര തന്നെയായിരുന്ന സിനിമയിലെ പ്രണയഗാനമാണത്. പക്ഷെ 30 വർഷത്തോളം ഇവര് പിണങ്ങിയിരുന്നിട്ട് ഇങ്ങനെ ONV എഴുതും. ONVക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ സംഗീതം ചെയ്യാം. ദേവരാജൻ മാഷ് ONVയുടെ അടുത്ത് എത്തിയപ്പോ ONV പറഞ്ഞത്, ദേവരാജന് കുഴപ്പമില്ലെങ്കിൽ ഞാനും എഴുതാം, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, ഏതാണ്ട് ഒപ്പിക്കാൻ നോക്കിയതാണ്. അപ്പൊ നോക്കൂ, അത് അവരുടെ ആത്മബന്ധത്തിന്റെ ഒരു കഥയാണ്. അതിനകത്ത് ദേവരാജൻ മാഷ് ചെയ്തിട്ടുള്ള കുരുത്തക്കേട് ശ്രദ്ധിച്ചു. രാത്രി മഴ പെയ്ത് തോർന്ന തീരം, മഴ തോരുക, സസ്റ്റെയിൻ ചെയ്തില്ലേ തോരൂല. കുളിർ കാറ്റിലില ചാർത്തുലഞ്ഞ നീരം ഉലയുകയാ. ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃദംഗ്രികളിൽ പടർന്ന നേരം. പടർന്നില്ലേ? കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം. കുറേ വെറുതെ ഉണ്ട്. ഒരു വെറുതെയും വെറുതെയല്ല, ഓരോ വെറുതെയും വ്യത്യസ്ത വെറുതെയാണ്. പക്ഷേ ഇക്കാലത്ത് ഈ പൂക്കികളൊക്കെ ഇത് പറയും. പൂക്കി എന്ന് പറഞ്ഞൊരു മിസ് യു എന്ന് പറഞ്ഞപ്പോഴേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പൂക്കികളാണ്. വളരെ കൗതുകം തോന്നുന്ന കുട്ടികളെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലാങ് ആണ്. അല്ലെ, എന്റെ കുട്ടികളെ എന്റെ സ്കൂളിലെ സ്കൂളിലെ +1 മാഷ് പറയുന്നത് ഞാൻ ടിക്ടോക്കിൽ ഇല്ല എന്നാണ് പറയുന്നത്. കേക്ക്, അതാ ഞാൻ പറയാൻ പോണേ. എന്റെ സ്കൂളിലെ +1 ഒരു കുട്ടി വന്നിട്ട്, മോള് നന്നോളം പാടുന്ന മോളാണ്. അപ്പൊ അവള് വന്നിട്ട് സാധി, പക്ഷെ Instagram ID ഞാൻ എടി Instagram എന്നുള്ള പേരിന് ഒരു സാധനം ഉണ്ടെന്നല്ലോ. ഞാൻ തന്ത വൈബ്. ഞാൻ പറഞ്ഞു എനിക്ക് വയസ്സായില്ലേ. അല്ല അങ്ങനെയല്ല, മറ്റേ ഈ FBയിലുണ്ട്, അതാർക്ക് വേണോ FB. ഇതൊക്കെയാണ് കുട്ടികളുടെ സംഭവം. അപ്പൊ അതുകൊണ്ട് പുതിയ വാക്കുകൾ, പുതിയ സ്ഥലങ്ങൾ ഓടിയെത്താൻ പറ്റുന്നില്ല, കിതക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതൊക്കെ മതി. ഈ മനുഷ്യൻ ഇറ്റിറ്റ് വീഴുന്ന മഴയും തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ തൃപ്തരാ. മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് ആ ഇറ്റിറ്റ് വീഴുന്ന തുള്ളിയൊന്നും കിട്ടില്ല പലപ്പോഴും. അത് കിട്ടിയാൽ നിങ്ങൾക്കും സുഹൃതം. സഹസ്രദള സംശോഭിത നളിനം പോലെ മഹാകാശം സമസ്ത ഭുവനം കാക്കുമനാദി മഹസ്സിൻ സോപാനം. ആത്മതലങ്ങളിലാഹിക്കുക അതിന്റെ ദിവ്യസുഗന്ധം, അതിന്റെ ദിവ്യസുഗന്ധം. സഹസ്രദള സംശോഭിത നളിനം പോലെ മഹാഗഗനം സമസ്ത ഭുവനം കാക്കുമനാദി മഹസ്സിൻ സോപാനം. താടിക്കാരൻ ഇത് പാടുന്ന സമയത്ത് ഒരു പട്ടി പറ്റിയിട്ടുണ്ട്. സഹസ്രദള സംശോഭിത നളിനാണ്. നമ്മൾ കേൾക്കുമ്പോ സഹസ്രദള സംശോഭിത നളിന, കളസം എന്നൊക്കെ പറയുന്ന പോലെ സഹസ്രദള സംശോഭിത നളിന. നമ്മൾ ഈ സാഹിത്യം ശ്രദ്ധിക്കല്ലോ, കാവ്യാലാപനത്തിൽ അങ്കായി പോയില്ലേ. ആരാണ് താടിക്കാരൻ? ബാബുഭാഷയെ കുറിച്ചല്ലേ ഉദ്ദേശിച്ചത്, വേറൊരു താടിക്കാരനെ കുറിച്ച്. ആ താടിക്കാരന്റെ പേരാണ് യേശുദാസ്.
ഇപ്പൊ യേശുദാസിന് തെറ്റ് പറ്റാം പാടുമ്പോൾ അല്ലേ? അങ്ങനെയല്ല കേട്ടോ, വളരെ പൂർവ്വം പറ്റുന്ന എന്റെ അമ്മേ. ഇതൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ അല്ലേ ദാസേട്ടാ? ഷാജി ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഷാജി എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ ഷാജി? ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡിലീറ്റ് ദാസേട്ടന് നമ്മള് കല്ലോഞ്ചി കൈതപ്രതിനെ നമ്മൾ അനീതിയാണ്. 8:30 സമയം. അല്ല ഇനി ഓഡിയൻസോട് ചോദിക്കാം, ഇനി വേറെ ആരെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് ക്യൂവിൽ നിൽക്കുന്ന ആരെങ്കിലും കൊണ്ടുവരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൈതപ്പുറത്തെ കൊണ്ടുവരണോ? നമ്മുടെ വിഷയം പ്രണയമാണ് എന്നും വിട്ടുപോകരുതേ. നമ്മുടെ ഇന്നത്തെ വിഷയം പ്രണയമാണ് എന്ന് ഞാൻ പറഞ്ഞു, അതും വിട്ടുപോകരുത്. പക്ഷേ പ്രണയത്തിൽ സാമൂഹ്യ ബോധം കൊണ്ടുവന്നാലും അരിവാളും അമ്പിളിയും പോലെ വിപ്ലവവും പ്രണയവും ജനമനസ്സിൽ ഇളക്കി ചേർത്ത് ഒരുപാട് പാട്ടുകളുണ്ടല്ലേ. മൂപ്പര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പാട്ട് പാടാം. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ പാട്ടും അത് പൊന്നരവാളമ്പിളി പാടട്ടെ. അല്ല അത് ഒരു മിനിറ്റ് ഏതായാലും അല്ല ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഏതായാലും ഒരു വഴിക്ക് പോവില്ലേ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. ഇത് കവിതയല്ല, കേവലം ഒരു പ്രസ്താവന മാത്രമാണ്. പക്ഷേ ദേവരാജ മാഷാണ് അതിനെ കവിതയാക്കുന്നതും പാട്ടാക്കുന്നതും ഇന്നും നമ്മുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുന്നത്. അതൊരു മഹത്തായ ഒരു സാഹിത്യ രൂപമാണ്, അല്ലെങ്കിൽ കവിതയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ജനമനസ്സുകളിലൂടെ പോയിട്ട് ഇന്നും നിങ്ങളത് പറയണമെങ്കിൽ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. അത് ദേവരാജ മാഷ് കൂടിയുള്ളതാണ് ആ ക്രെഡിറ്റ്, അല്ല സാഹിത്യത്തിന്റെ അപ്പുറത്ത്. ഏതായാലും ഒന്ന് പണം മുട്ടിയിട്ട് നിൽക്കുകയാണ് അനൂപല്ലേ? അല്ല ഞാൻ അദ്ദേഹം ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു. മറ്റേ പാടുന്നില്ലേ? പൊന്നരിവാളമ്പിളിയിലെ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളമ്പിളിയിലെ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. കൊണ്ടുനിന്നെ പൂനിലാവും നെൽക്കതിരും കൊയ്യാം, തോളൊടു തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ, വാളുയർത്താൻ തന്നെ. പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, നേരു നേരു പോരി എൻ കരളിൻ പൊൻകുളിരേ, നിന്നെയോർത്തു പാടും പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലോ, കാട്ടുകാരനല്ലോ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ. ഒന്ന് അവതരിപ്പിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് പാട്ടിലേക്ക് പോകും. കൈതപ്പുറത്തെ അവതരിപ്പിച്ചിട്ട് ലാസ്റ്റ് പാട്ടിലേക്ക് നമുക്ക് പോകാം. ഒരു പാട്ട് ഞാൻ പാടാം. വിട ചൊല്ലവേ, ഞങ്ങൾ പോവാറായിട്ടോ. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണുടഞ്ഞു. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെണ്ണേഘവും മഴനിൽക്കിനാവായി മറഞ്ഞു. ദൂരെ പുളോർക്കുടം കേണുറങ്ങി, കണ്ണീർ പൂവിൻ്റെ കവിളിൽ
ഓടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്നെ കുടം പോലെ തേങ്ങി. ബാബുക്ക, സേതു കീരിക്കാടിനെ ഈ ബാബുക്ക എനിക്കാണ്. സേതു കീരിക്കാടിനെ കൊല്ലേണ്ടായിരുന്നു കേട്ടോ. അല്ലേ? സംഭവിച്ചു പോയി. ചെയ്യാൻ പറ്റില്ല നമുക്ക്. വിധിയെ തടുക്കാൻ നമുക്ക്. വിധി മഹിമ അലംഘനീയമെന്ന് അതിദയനീയം ഉരച്ചിടുന്ന വണ്ണം എന്ന് നമ്മുടെ ആര് പറഞ്ഞിട്ടുണ്ട്? മലയാളം ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നോട് ഞാൻ ചോദിക്കുകയാണ്, ആരാ പറഞ്ഞത്? വിധി മഹിമ അലംഘനീയമെന്ന അതിദയനീയം ഉരച്ചിടുന്ന വണ്ണം കടുനിടം ഒഴുകി പടർന്നു ചുറ്റും കഠിനത കൊണ്ട് കറുത്തു നിന്നിരുന്നു. വിടരുചിരവും വിശാല വക്ഷസ്ഥടം അവഗാഠതരം പിളർന്നിരുന്നു. പ്രതിവശഗതനായി പ്രസേന വീരൻ കുതിരയോടൊത്ത് അവിടെ, ആരെങ്കിലും പറയാൻ നോക്കാൻ വേണ്ടിട്ടാ, കുതിരയോടൊത്ത് അവിടെ കിടന്നിരുന്നു. എല്ലാരും ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ വേണ്ടതാണ്. ഞാൻ പറയാം. അവസാനം എന്നോട് അപേക്ഷിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇപ്പൊ അപേക്ഷിച്ച ശരിയാവില്ല. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോ ഇത് അതുപോലെയാണ്. അതാ വിധിമഹിമ അലംഘനീയമെന്ന് അതിദയനീയ അല്ലേ? കേശവീയകാരനാണ്. ആരാ കേശവീയകാരൻ? KC കേശവപിള്ളയുടെ വരികളാണത്. KC കേശവകാരൻ, കേശവീയം എന്നാണ് അതിന്റെ കൃതി. അതിലാണ് ഇത് പറയുന്നത്. ഇതാ വിധിമഹിമ അലംഘനീയം എന്ന അതിദയനീയം ഉരച്ചിടുന്ന വണ്ണം. ഏതായാലും കൈതപ്പുറത്തിലേക്ക് എത്തുമ്പോ എനിക്ക് വല്ലാത്ത ആവേശമുണ്ട്. അതിന്റെ ആവേശം കൊടുത്തത് അനൂപാണ്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ അയൽവാസിയാണ്, അയൽ ഗ്രാമക്കാരനാണ് കൈതപ്പുറം, കണ്ണാടിപ്പുഴ, വണ്ണാത്തിപ്പുഴ, ഇതൊക്കെ എൻ്റെ നാട്ടിലാണ്. വരൂ, നാട്ടിലേക്ക് വരൂ. നമുക്കിതേപോലെ അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കും. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരൂ. വണ്ണാത്തിപ്പുഴയുടെ തീരത്തിനടുത്താണ് എൻ്റെ അയൽ ഗ്രാമമാണ് കൈതപ്പുറം. അദ്ദേഹം കോഴിക്കോടാണ് ഇപ്പോൾ താമസം. അപ്പോൾ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഗ്രാമമാണ്. അതുകൊണ്ടാണ് ആദ്യ പാട്ടിൽ തന്നെ എൻ്റെ ഗ്രാമത്തിന്റെ കുന്നിന്റെ താഴ്വാരത്തിൽ നിന്ന് ഓടി വരുന്ന കാറ്റിനെ കുറിച്ച് കൈതപ്പുറം എഴുതിയത്. ഹേ പൂവട്ടക തട്ടി ചിന്നി പൂമഴയിൽ പുതുമഴ ചിന്നി പൂക്കൈത കയ്യും വീശി ആമല ഈമല പൂമല കേറി അങ്ങേ കൊമ്പത്തെ പൂവിനോരുമ്മ കൊടുത്ത് താന്തോന്നിക്കാറ്റ്, ഉമ്മ കൊടുത്തു താന്തോന്നിക്കാറ്റ്, തെക്കേ കണ്ടത്തിൽ ചെയ്യുമ്പം ഞങ്ങളും കണ്ടല്ലോ. എന്തൊരു താളമാണ്, വളരെ വ്യത്യസ്തമായ താളം. പറഞ്ഞു പെട്ടെന്ന് ആ കാറ്റ് വരുന്ന വഴിയൊന്ന് നോക്കൂ. അങ്ങേ പൂമലയിൽ പുതുമഴ ചിന്നി, കാറ്റിന്റെ ആദ്യത്തെ പരിപാടിയാണ്. പൂക്കൈത കയ്യും വീശി ആമല ഈമല പൂമല കയറി അങ്ങേ കൊമ്പത്തെ തൃത്താപ്പൂവിനൊരു ഉമ്മ കൊടുത്തു താന്തോന്നി കാറ്റ്. ഇറങ്ങി താഴേക്ക് വന്നു. ഇത് പറയണതിനോട് ഓർമ്മിപ്പിക്കണതിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല ഉണ്ട്, പക്ഷെ ഇത് ശ്വാസം കേട്ടിട്ടില്ലേ? അവസാനം മൊത്തം അലമ്പാക്കാൻ തോന്നുന്നല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, ഇത് ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് ജെറി അമൽദേവിന്റെ സംഗീതമാണ്. ജെറി സാറിനോട് 3 മണിക്കൂർ ഒന്നിച്ചിരുന്ന് വർത്താനം പറയാൻ, സംസാരിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറേ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. ഞാൻ ഇത് ചോദിച്ചു പറഞ്ഞു, ലിറിക്കാണ്. പിന്നെ മാത്രമല്ല ഈ കാറ്റ് വരുന്ന വഴിയാകുമ്പോൾ അതങ്ങനെ വരണ്ടേ, അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിപ്പോയതാണ്. ജെറി സാറ് പറഞ്ഞു. ജെറി സാറ് വേറൊരു ഇതിഹാസമാണ്, അത് വേറൊരു നിഘണ്ടുവാണ്, അത് പറയാൻ വേറൊരു സമയം വേണം. പക്ഷേ ജെറി സാറിന്റെ തന്നെ പാട്ടായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ലയം സാന്ദ്രലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത ശോഭാനലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത ശോഭാനലയം ഗാനമുണർത്തും മൃദുപല്ലവി കാവ്യമരാള ഗമനല ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത ശോഭാനലയം
വണ്ണാത്തിപ്പുഴയുടെ അവസാനം പാടിയിട്ട് Yes. കൈതപ്രത്തിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. എനിക്ക് ബാബു മാഷ് കൂട്ടിച്ചേർക്കാവുന്ന ഒരു ഒന്നുകിൽ ബാബുക്ക എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ബാബുഷ. ബാബുക്ക ബാബുക്ക. കനലാടിയിറങ്ങി മുടിയേന്തിയ തോറ്റം പാട്ടിടറും ഇടനെഞ്ചിൽ ഞാനില്ലേ പൂരങ്കുളിയുടെ പൂവിളി പോലെ പൂവിലുറങ്ങിയ ഗന്ധം പോലെ തമ്പുരു പോലെ നിലാവിലൊരു ഭയങ്കര പെണ്ണെ പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് കണ്ണിറങ്ങി വന്നോളേ ചെമ്മാനപ്പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളെ കുങ്കുമമിട്ടകവിത്തടമോടെ കുഞ്ഞുകളിളകിയ പൊന്നരയോടെ കാന്തള കൊണ്ടിയ നാണം പോലെ നിലാവിലൊരുങ്ങി ഭയങ്ങള കണ്ണേ നാടി തിങ്കൾ ഭാഗ്യാത ലക്ഷ്മി വാരമ്മ അമ്മമ്മ നീ സൗഭാഗ്യാത ലക്ഷ്മി വാരമ്മ. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം. പിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൽ സുന്ദരാതര. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം. പിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൽ സുന്ദരാതര. പിണക്കം തീർന്ന പൂങ്കുരുവികൾ ഇണങ്ങിയ കൂട്ടിനുള്ളിൽ നിന്നും മുഴങ്ങും ഗാനസുധ പോലെ ഞാൻ പ്രണയഗാനമൊന്നു പാടും. പിണക്കം തീർന്ന പൂയിലുകൾ ഇണങ്ങിയ കൂട്ടിനുള്ളിൽ നിന്നും മുഴങ്ങും വേണുഗാനസുധ പോലെ ഞാൻ പ്രണയഗാനമൊന്നു പാടും. തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം. തിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൽ സുന്ദരാതര. തിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൽ സുന്ദരാതര. വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖനിൽ